എല്ലാ സീസണിലെയും പോലെ തന്നെ സംഭവബഹുലമായ മുഹൂർത്തങ്ങളുമായി ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ മുന്നേറുകയാണ്. ആദ്യ ദിനം മുതൽ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഷോയ്ക്ക് അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് മിമിക്രി താരവും അവതാരകനുമൊക്കെയായ രതീഷ് കുമാർ എന്ന മത്സരാർത്ഥിയാണ്. ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ രതീഷ് കുമാർ കാഴ്ചവെക്കുന്ന പ്രകടനം വളരെ വെറുപ്പിക്കലാണ് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രേക്ഷകർക്കുമുള്ളത്. മറ്റുള്ളവരെ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നതെന്നാണ് പരിപാടി കാണുന്നവരുടെ നിലവിലെ ചർച്ചകൾ. രതീഷ് കുമാർ ട്രാൻസ്ജെൻഡറായ ജാൻമണിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇത് രതീഷിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പറഞ്ഞാൽ തീരുന്ന ചെറിയൊരു കാര്യത്തെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കാനായിരുന്നു രതീഷിന്റെ ശ്രമം. മറ്റുള്ളവർ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ല എന്നും എന്നാൽ ജാൻമണി കെട്ടിപ്പിടിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നുമെല്ലാം പറഞ്ഞ് രതീഷ് വലിയ രീതിയിൽ ബഹളം വെച്ചു. പിന്നാലെ ജാൻമണി മാപ്പ് പറയുകയും ചെയ്തു. ഈ വിഷയത്തിൽ പ്രതികരണവുമായി നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിനിടയിലും രതീഷിന്റെ പ്രസ്താവന ചർച്ചയായി മാറിക്കഴിഞ്ഞു. രതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിഗ് ബോസ് മലയാളം സീസൺ 5 താരമായ നാദിറ മെഹ്റിനും രംഗത്ത് വന്നിട്ടുണ്ട്. ജാൻമണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട്, ജനങ്ങൾ തെറ്റിദ്ധരിക്കും. എനിക്ക് ഫാമിലിയുണ്ട്, പക്ഷേ നിങ്ങൾ പെങ്ങന്മാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ലെന്നാണ് രതീഷ് പറയുന്നത്. ഇത് സ്വഭാവ വൈകല്യമാണെന്നാണ് നാദിറ മെഹ്റിൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിക്കുന്നത്. നാദിറയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് മര്യാദ. ജാൻമണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട്, ജനങ്ങൾ തെറ്റിദ്ധരിക്കും. എനിക്ക് ഫാമിലിയുണ്ട്, പക്ഷേ നിങ്ങൾ പെങ്ങന്മാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ല. ഇത് സ്വഭാവ വൈകല്യമെന്നാണ് നാദിറ മെഹ്റിൻ പറഞ്ഞിരിക്കുന്നത്. അതെന്താടേ നീ ഇങ്ങനെ ജാൻമണിയെ പെങ്ങളായി കണ്ടുകൂടെ? ട്രാൻസ്ജെൻഡർ തൊടുന്നതിനെല്ലാം മറ്റൊരർത്ഥമുണ്ടല്ലോ. എന്റെ പൊന്നു രതീഷണ്ണ, നിങ്ങൾ ഈ കോണകപ്പുറത്തു നിന്നും ഷഡ്ഡിപ്പുറത്തേക്ക് ഇതുവരെ എത്തിയില്ലേ? ഇതൊക്കെ സംസാരിക്കാനും പറയാനും അറിയുന്ന ഒരാൾ പോലും ഈ സീസണിൽ ഇല്ലാണ്ടുപോയി എന്നാണ് നാദിറ മെഹ്റിൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചിട്ടുള്ളത്. ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് സൂര്യ ഇഷാനും രംഗത്തെത്തി. അതെന്താണെന്ന ജാൻമണി തൊട്ടാലാണ് ഞുരുകിപ്പോകുമോ, പെങ്ങളായിട്ട് കാണാൻ പറ്റൂലേ എന്നാണ് സൂര്യ ഇഷാൻ കുറിച്ചത്. പോസ്റ്റുകൾക്കൊപ്പം ഷെയിം ഓൺ യു രതീഷ് എന്ന് കുറിച്ചുകൊണ്ട് രതീഷിന്റെ ഫോട്ടോയും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. ഇവർക്കു പുറമെ ശ്രുതി സിത്താരയും ഹെയ്തി സാദിയയും ഒക്കെ ഇതേ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. നിരവധി പേരാണ് നാദിറയ്ക്കും സൂര്യയ്ക്കുമൊക്കെ അനുകൂലമായി കമന്റ് ചെയ്യുന്നത്. അതേസമയം ഷോയെ സജീവമാക്കി നിർത്താൻ രതീഷ് കുമാറിന് സാധിക്കുന്നുണ്ടെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഏറ്റവും അവസാനമായി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ ഡോറിനരികിൽ പെട്ടിയുമായി നിൽക്കുകയായിരുന്നു രതീഷ്. സുരേഷ് മേനോനുമായുള്ള വാക്കുതർക്കമായിരുന്നു രതീഷിനെ പ്രകോപിപ്പിച്ചത്. സുരേഷിനെ രതീഷ് കുമാർ ഇന്നലെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇത് തനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്നാണ് സുരേഷ് മേനോൻ പറഞ്ഞത്. സുരേഷ് മേനോൻ ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഇതോടെ ഒരു സഹോദരനെ പോലെ കണ്ടാണ് താൻ പെരുമാറിയതെന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നവർക്കിടയിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് കുമാർ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ മറ്റ് മത്സരാർത്ഥികൾ ആരും തന്നെ രതീഷിന്റെ ഈ പുറത്തു പോകൽ കാര്യമാക്കിയതേയില്ല. രതീഷിന്റേത് കേവലം നാടകമാണെന്ന തരത്തിലാണ് മറ്റു മത്സരാർത്ഥികളുടെ നിൽപ്പ്. അതേസമയം രതീഷിന്റേത് ഇരട്ടത്താപ്പാണെന്ന് മറ്റൊരു മത്സരാർത്ഥിയായ സിജോ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജാൻമണി കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ വലിയ ബഹളം വെച്ച് രതീഷ് എങ്ങനെയാണ് സുരേഷ് മേനോൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും അങ്ങനെ പെരുമാറിയതെന്നാണ് സിജോയുടെ ചോദ്യം. എന്തായാലും ബിഗ് ബോസ് ഷോയും അതിനുള്ളിലെ തമ്മിൽ തല്ലുമെല്ലാം വരും ദിവസങ്ങളിലും കൊഴുക്കുമെന്നാണ് സൂചനകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.